പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ കൊട്ടിക്കലാശത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ഉച്ചസ്ഥായിയായി. UDFിന്റെ പ്രചരണത്തിനായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് മണ്ഡലത്തിലെത്തും. സർക്കാരിന്റെ പ്രചരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഇന്നും മണ്ഡലത്തിൽ പൊതുയോഗങ്ങളുണ്ട്. ശ്രീജിത്ത് നായർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം വലിയ തരത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ കൂടി പാളയത്തിലേക്ക് എത്തിയതോടെ കഴിഞ്ഞ ദിവസം തന്നെ വലിയ ആഘോഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ റോഡ് ഷോയിലടക്കം സന്ദീപ് വാര്യർ പങ്കെടുക്കുന്നത് നമുക്ക് കണ്ടു. എന്താണ് നിലവിലത്തെ സാഹചര്യം? മുന്നണികളുടെ പ്രതീക്ഷകൾ ഏത് ഘട്ടത്തിലാണുള്ളത്? നന്ദു, തീർച്ചയായും വലിയ ഒരു ഉത്സാഹത്തിലും ഒരു ഊർജ്ജത്തിലുമാണ് കോൺഗ്രസ് ക്യാമ്പ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തന്നെ ഒരു കോൺഗ്രസ് ക്യാമ്പിലാണ്. പൊതുവായൊരു ചിത്രം ആദ്യം പറയാം, കാരണം ഇനി മണിക്കൂറുകൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ദിവസം, നാളെ ഈ സമയമാകുമ്പോൾ കൊട്ടിക്കലാശം ആകുന്ന സമയം, അല്ലെങ്കിൽ കൊട്ടിക്കലാശം അതിൻ്റെ മൂർധന്യത്തിലെത്തുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും മണ്ഡലത്തിലുണ്ട് വിവിധ പരിപാടികളുമായി. രാവിലെ മുതൽ തന്നെ മൂന്ന് മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ മണ്ഡലത്തിൽ വിവിധ പരിപാടികളുമായുണ്ട്. UDFിൻ്റെ VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും MP മാർ ഒരുമിച്ച് നയിക്കുന്ന ഒരു റോഡ് ഷോ, അത് വൈകിട്ട് സമാപിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ യോഗത്തെ അഭിസംബോധന ചെയ്യും. മുഖ്യമന്ത്രി രാവിലെ കണ്ണാടിയിൽ ഒരു പരിപാടിയിൽ സരിന് വേണ്ടി വോട്ടഭ്യർത്ഥിച്ച പ്രചാരണ പരിപാടിയിൽ സജീവമായി ഉണ്ടായിരുന്നു. ഇന്നലെയും അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്ന് സുൽത്താൻപേട്ടിലും ഒലവക്കോടും 2 പരിപാടികൾ 5 മണിക്കും 6 മണിക്കുമുണ്ട്. ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയും വിവിധ സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കല്ലേപ്പള്ളി, കൊപ്പം മേഖലകളിലാണ് രാവിലെയും ഉച്ചയ്ക്കുമായി അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയത്. പ്രധാനമായി ഇന്ന് ചർച്ചുകളുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് പുരോഹിതന്മാരെ കാണുകയും നേരിട്ട് വോട്ട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് ചെയ്തത്. പിന്നെ പ്രധാനമായും MT രമേശ്, PK കൃഷ്ണദാസ്, അതോടൊപ്പം പ്രധാനപ്പെട്ട നേതാക്കളെല്ലാവരും തന്നെ, സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ ഇവിടെയുണ്ട്. KC വേണുഗോപാൽ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തി മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്. 5 മണിക്ക് ഇന്ന് എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നത്. കാരണം ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി സന്ദീപ് വാര്യരെ മുന്നിലേക്ക് വന്നപ്പോൾ മാത്രമാണ് സാധാരണ കോൺഗ്രസിൻ്റെ നേരത്തെ തന്നെ വാർത്തകളൊക്കെ പുറത്തു വരുന്നതിന് വിഭിന്നമായി അവസാന നിമിഷം മാത്രമാണ് സന്ദീപ് വാര്യരുടെ ഒരു പ്രവേശനം അറിഞ്ഞത്. അതുപോലെ തന്നെ വ്യത്യസ്തമായ എന്തെങ്കിലും ടെസ്റ്റുകൾ കൂടി ഇന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കോൺഗ്രസ് ഇതൊരു UDF ക്യാമ്പ് എന്ന് തന്നെ പറയാം. കാരണം ഇത് പാലക്കാട്ടെ പ്രവർത്തകർ മാത്രമല്ല ഇവിടെ ചുറ്റുമുള്ളത്. ഇത് പൊന്നാനിയിൽ നിന്ന് വന്നവരുണ്ട്, പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് വന്നവരുണ്ട്. നമുക്ക് ഈ കോൺഗ്രസിൻ്റെ അവസാനം ഈ പുറത്തുനിന്നൊരു കാഴ്ച എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഏറ്റവും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും വീറും വാശിയുമുള്ള കേരളം ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഉപതെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല. അത്രയധികം ട്വിസ്റ്റുകൾ, അത്രയധികം അടിയൊഴുക്കുകളുള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു. ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ഊർജ്ജം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെയും ഒരു വിജയ പ്രതീക്ഷയിലാണോ? വളരെ വലിയ ആവേശത്തോട് നിൽക്കുകയാണ്. ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. ഓരോ വീടുകളിലും ഭവന സന്ദർശനം നടത്തുമ്പോൾ അവരുടെ ഒരു മുഖഭാവവും സന്തോഷവും കാണുമ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരെ ശക്തമായി ആഞ്ഞടിക്കാൻ വേണ്ടി ജനങ്ങൾ തയ്യാറെടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ശ്രീ രാഹുൽ മാങ്കൂട്ടം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോവുകയാണ്. സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളുണ്ട്. എവിടെ നിന്നാണ് എത്തിയിരിക്കുന്നത്? ഞാൻ പൊന്നാനിയിൽ ഇവിടെ നല്ല വികാരമല്ലേ, എല്ലാ പ്രവർത്തകരും നല്ല ആവേശത്തിലാണ്. പാലക്കാടിൻ്റെ മണ്ണ് മറ്റൊരു ചരിത്രം തീർക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ സന്ദീപ് വാര്യരൊക്കെ വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക ഗുണമുണ്ടായിട്ട് കരുതുന്നുണ്ടോ? തീർച്ചയായും വെറുപ്പിൻ്റെ കമ്പോളത്തിൽ നിന്ന് സ്നേഹത്തിൻ്റെ കമ്പോളത്തിലേക്ക് വന്ന അദ്ദേഹത്തെ ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്ദീപ് വാര്യരെ അവഗണിക്കാനുള്ളൊരു ശ്രമത്തിലാണ് പൊതുവെയുള്ള സുരേന്ദ്രൻ്റെ വാർത്താസമ്മേളനത്തിൽ പ്രതികരണങ്ങളെല്ലാം. അദ്ദേഹം ഇതൊരു സംഭവമല്ല, കാരണം സന്ദീപ് വാര്യർ പോയത് BJPക്ക് ഒരു തരത്തിലുള്ള ഇളക്കങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അടിയൊഴുക്കുകളോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രധാനമായും മുനമ്പം വിഷയവും PFI വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ഇടപെടലുകൾ, അല്ലെങ്കിൽ PFI പോപ്പുലർ ഫ്രണ്ടുമായിട്ട് കോൺഗ്രസിൻ്റെ ചില കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ചൊക്കെയാണ് ഇന്ന് മാധ്യമങ്ങളുമായി കൂടുതൽ ചർച്ച ചെയ്ത്. മുഖ്യമന്ത്രിയാവട്ടെ ഇന്ന് എന്തിനാണ് സന്ദീപ് വാര്യർക്ക് ഇത്രയും വലിയൊരു പ്രാധാന്യം മാധ്യമങ്ങൾ കൊടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ സന്ദീപ് വാര്യർ നിറഞ്ഞു നിൽക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ലീഗിൻ്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടന്നു. ഇത് കോൺഗ്രസ് ക്യാമ്പിൽ വലിയൊരു ഉത്സാഹവും ഊർജ്ജവും ഒരു ആവേശവും നേരത്തെ നന്ദു സൂചിപ്പിച്ചതുപോലെ തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രധാനപ്പെട്ട യോഗങ്ങളെല്ലാം സമാപിക്കും. നാളെ വളരെ പ്രധാനപ്പെട്ടത് പറയാൻ കൊട്ടിക്കലാശത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ഉച്ചയോടുകൂടി തന്നെ ആ ഒരു മൂഡിലേക്ക് മണ്ഡലം മാറും. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതൊരു ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് മാത്രമാണ് മിച്ചമുള്ളതുകൊണ്ടും എല്ലാ സ്ഥലത്തു നിന്നുള്ള പ്രവർത്തകർ ഇതിനെ ഒന്ന് സജീവമായി കൊഴുപ്പിക്കാൻ പാലക്കാട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സഞ്ചയം തന്നെയാണ് എനിക്ക് പിന്നിൽ ഇപ്പോൾ UDF ക്യാമ്പിൽ കാണുന്നത്. നന്ദു.